കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് മെത്രാന്മാരുടെ സംയുക്ത സർക്കുലർ വായിക്കാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളും ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള നിർദ്ദേശമായിരുന്നു സർക്കുലറിൽ ഉണ്ടായിരുന്നത്. കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ സർക്കുലർ വായിക്കാനുള്ള ശ്രമത്തിനിടെ വിശ്വാസികൾ തമ്മിൽ തർക്കമുണ്ടായി. ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ വത്തിക്കാൻ അനുമതിയോടെ കർശന നടപടികൾ സ്വീകരിക്കാനാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ നിലപാട്. വിനീത വി ജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, പുതിയ ആർച്ച് ബിഷപ്പ് വന്ന ശേഷവും ഈ കുർബാന തർക്കം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണല്ലോ. ഇപ്പോൾ വീണ്ടും ഈ സർക്കുലർ വായിക്കാൻ വിസമ്മതിക്കുന്നു, സർക്കുലർ പറഞ്ഞിരിക്കുന്ന ഏകീകൃത കുർബാന നടപ്പാക്കില്ല എന്ന് വിമത വിഭാഗം വാശി പിടിക്കുന്നു. എന്താണ് സെയിന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ബിഷപ്പ് വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങൾക്കൊരു അയവ് ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തന്നെ ഈ കുർബാന വിഷയത്തിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് രാവിലെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ കുർബാനയ്ക്ക് ശേഷം പള്ളികളിൽ ഈ സിനഡിന്റെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ഈ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആ സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിക്കണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. പക്ഷേ ഇന്ന് കൊച്ചിയിലെ ഭൂരിഭാഗം പള്ളികളിലും ഈ കുർബാനയ്ക്ക് ശേഷം ആ സിനഡ് നിർദ്ദേശം വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയോടുകൂടിയാണ് കിഴക്കമ്പലത്തെ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ ഇത് സംബന്ധിച്ച തർക്കമുണ്ടായത്. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് നിർദ്ദേശം വായിക്കണമെന്ന ഒരു വിഭാഗം മുന്നോട്ട് വെച്ചപ്പോൾ അത് വായിക്കാൻ സമ്മതിക്കില്ല എന്ന വിമത വിഭാഗവും രംഗത്ത് വന്നു. തുടർന്ന് ഇരുപക്ഷവും തമ്മിൽ വാക്കേറ്റത്തിലടക്കം കാര്യങ്ങളെത്തി. പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. എറണാകുളത്തെ ഭൂരിഭാഗം പള്ളികളിലും സിനഡ് നിർദ്ദേശപ്രകാരമുള്ള ആ സർക്കുലർ വായിച്ചിട്ടില്ല. എന്തൊക്കെ വന്നാലും ഈ കുർബാനയുമായി ബന്ധപ്പെട്ട് തങ്ങൾ അതത് നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇരു വിഭാഗവും ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും ഏകീകൃത കുർബാന അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് വിമത വിഭാഗത്തിന്റെയും നീക്കം. പക്ഷേ ഇങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു സിനഡിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ട് പോലും അത് പാലിക്കുന്നില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഇപ്പോൾ ഔദ്യോഗിക പക്ഷവും തീരുമാനിക്കുന്നത്. വത്തിക്കാന്റെ അടുത്ത് അടക്കം ഇത്തരം കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും പിന്നീട് കടുത്ത നടപടി ഇവർക്കെതിരെ കൊണ്ടുവരണമെന്നും ഒക്കെയുള്ളൊരു പക്ഷത്തിന്റെ ഒരു തീരുമാനവും അത്തരത്തിലേക്കുള്ള ചില നടപടികൾ സംബന്ധിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഈ ഔദ്യോഗിക പക്ഷവും മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് എങ്കിൽ പോലും തങ്ങളുടെ നിലപാട് അത് ഈ ഏകീകൃത കുർബാന അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ്, അതിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് വിമത വിഭാഗവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വിനീത വി ജി ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.